നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. ചാരവശാൽ ഈ ഒരു വാരം മീനൻ രാശിയിൽ ചന്ദ്രനും ശനിയുമാണ്. 2-ാം ഭാവത്തിൽ ചൊവ്വ, 3-ാം ഭാവത്തിൽ ആദിത്യൻ, 4-ാം ഭാവത്തിൽ ബുധൻ, 5-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, 6-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ രാഹു. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതികൾ. ഇവിടെ കാളസർപ്പയോഗത്തിൻ്റെ പൂർണ്ണതയുള്ള രാശിയാണ്. പലപ്പോഴും തന്നെ ക്ലേശങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇവിടെ ചന്ദ്രനും ശനിയും കൂടി ലഗ്നത്തിൽ നിൽക്കുകയാണ്. ക്ഷീണദേഹം, ദരിദ്രം, സാമ്പത്തികമായ വളരെയധികം ക്ലേശങ്ങൾ വരാം. 2-ൽ ചൊവ്വയാണ്. കിട്ടുന്ന കാശ് കുരങ്ങനെ മാല കിട്ടിയതുപോലെയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചമത്കാരി ചിന്താമണി. യഥാത്രായതേ മർക്കട കണ്ഠഹാരം പുരസന്മുഖം കോ വ്രജേത് വാദഭക്ത. വളരെയധികം ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും. അത് ഫാമിലി ലൈഫിൽ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഇവിടെ ഭൂമിയുടെ ലാഭം ഉണ്ടാകും. 4-ാം ഭാവാധിപൻ വളരെ ബലവാനാണ്. ഭൂലാഭം ഉണ്ടാവുക, കാരണം 4-ാം ഭാവത്തിൽ ബുധനുണ്ട്. അപ്രകാരം തന്നെ ഭൂമിയുടെ വിഷയത്തിൽ തീരുമാനങ്ങളാവുക, തനിക്ക് കിട്ടേണ്ടുന്ന ഭൂമി ലഭിക്കുക, അവിടെ തനിക്ക് സ്വസ്ഥമായി ഗൃഹാദി ചിന്തകളൊക്കെ ചെയ്യാം. ഇപ്രകാരം ധാരാളം നന്മകൾ മീനൻ രാശിക്കാർക്ക് ഇവിടെ 4-ാം ഭാവാധിപനായ ബലവാനായ ബുധൻ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 5-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാരുണ്ട്. നല്ലൊരു യോഗമാണത്. ലഗ്നാധിപനും അഷ്ടമാധിപനായ ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് സന്താന വിഷയത്തിന് നല്ലതാണ്. IVF പോലുള്ള ചികിത്സക്കൊക്കെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു വാരം അതിനുവേണ്ടി ഉത്സാഹിക്കണം. വളരെ അനുകൂലമായി അതിൻ്റെ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. 5 ശുക്രൻ വരുമ്പോൾ സന്താന വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക. അപ്രകാരം പഠിതാക്കൾക്ക് വളരെ നല്ലതാണ്. ഇൻ്റർവ്യൂവിലൊക്കെ വളരെയധികം ശോഭിക്കാം. 2-ൽ ചൊവ്വയുള്ള മീനൻ രാശിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. തന്നെ വാഗ്ധോരണി നന്നായി പ്രകടിപ്പിക്കാം. അതിനാൽ ഇൻ്റർവ്യൂ വൈവുകൾക്കൊക്കെ തന്നെ തനിക്കറിയുന്ന വിഷയങ്ങൾ ഒരു മറയും കൂടാതെ സംസാരിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കഴിവ് മീനൻ രാശിക്കാർക്കുണ്ട്. ആത്മീയമായ വിഷയങ്ങളോടും താല്പര്യം പുലർത്തണം. കാരണം ബുദ്ധിസ്ഥാനത്ത് ഗുരു ശുക്രന്മാരാണ്. ഏതായാലും ഭൂമിലാഭങ്ങൾ ഉണ്ടാവുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് വരും. മൂത്ത സഹോദരങ്ങളുടെ വിഷയത്തിൽ ക്ലേശങ്ങളുണ്ട്. കാരണം 3-ാം ഭാവത്തിൽ സൂര്യനാണ്. അഗ്രേജാതം രവിർഹന്തി. 3-ൽ സൂര്യനുണ്ടെങ്കിൽ തൻ്റെ മൂത്ത സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ പിതാവിന് ദോഷമാണെന്ന് അറിയുക. ഏതായാലും മീനൻ രാശിക്കാർക്ക് ശോഭനമായ ഈ ഒരു വാരഫലം വളരെ അനുകൂലമായി ഭവിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.